അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ പുണ്യമേറിയ ഒരു മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ സത്യവിശ്വാസികളും ഒരുപാട് സന്തോഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പുണ്യമാസം. സർവ്വ ചരാചരങ്ങൾക്കും കാരുണ്യമായ നമ്മുടെ നേതാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട പരിശുദ്ധ മാസം റബീഉൽ അവ്വൽ. ജന്മം മുതൽ മരണം വരെ ഒരു പുരുഷായുസിൻ്റെ മുഴുവൻ മേഖലയും എങ്ങനെയാവണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്ന നേതാവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ അനുയായികളായ നമ്മുടെ മുഴുവൻ ചലനങ്ങളും അങ്ങ് മദീന മുനവ്വറയിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നാം ചെയ്യുന്ന ഓരോ നന്മകളിലും അവിടുന്ന് സന്തോഷിക്കുകയും തിന്മയിൽ വളരെ വേദനിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് പോലും അനുയായികളായ നമ്മെ ഓർത്ത് മനസ്സുരുകിയ നേതാവാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മറ്റെന്തിനേക്കാളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാൻ ഒരിക്കലും പൂർണ്ണമാവുന്നില്ല. അവിടുത്തെ സുന്നത്തുകൾ ഇല്ലാത്ത നമ്മുടെ ജീവിതം തികച്ചും അനർത്ഥമാണ്. ജീവിതം മുഴുവൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് അവിടുത്തോടുള്ള അതിരറ്റ ഇഷ്ടത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച എത്രയെത്ര മഹാന്മാരാണ് നമുക്ക് മുൻപേ നടന്നു നീങ്ങിയത്. എത്രയെത്ര മഹാന്മാരാണ് ഇന്നും നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്നും മാതൃക ഉൾക്കൊണ്ട് തിരുസുന്നത്തുകൾ മുറുക്കെ പിടിച്ച് അവിടുത്തെ ഇഷ്ടത്തിലായി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്കാവണം. എങ്കിലേ നമ്മുടെ ജീവിതം അർത്ഥവത്താവുകയുള്ളൂ. നമുക്കറിയാം, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മഹാനവർകൾ റൗള ഷരീഫിൻ്റെ ചാരത്ത് ചെന്നുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഓ നബിയെ, വിദൂര ദിക്കിൽ നിന്നും വന്നവനാണ് ഞാൻ നബിയെ. ഇന്ന് എൻ്റെ ശരീരം അങ്ങയുടെ ചാരത്തുണ്ട് നബിയെ. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി എനിക്ക് ഒരു ആഗ്രഹമുണ്ട് നബിയെ. അങ്ങയുടെ തിരുകരം എനിക്കൊന്ന് ചുംബിക്കണം നബിയെ എന്ന് ആഗ്രഹം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെ മഹാനവർകൾ സമർപ്പിച്ചപ്പോൾ റൗള ഷരീഫിൽ നിന്നും ആ തിരുകരം അങ്ങ് ഉയർത്തിക്കൊടുക്കുകയും മഹാനവർകൾ വേണ്ടുവോളം ചുംബിക്കുകയും ചെയ്തതായ ചരിത്രം കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഇതുപോലെ എത്രയെത്ര മഹാന്മാരാണ് തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ച് അവിടുത്തോടുള്ള കരകവിഞ്ഞ സ്നേഹത്തിലൂടെ ജീവിത വിജയം കൈവരിച്ചത്. മഹാനായ അല ഹളറത്ത് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ, അതുപോലെ ഉമർ ഖാദി തങ്ങൾ, ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദ്, ഇതുപോലെ എത്രയെത്ര മഹാന്മാരാണ് നമുക്ക് വഴിവെളിച്ചം കാണിച്ചു തന്നത്. ഈ മഹത്തുക്കളെ മാതൃകയാക്കി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രവാചകരെ സ്നേഹിക്കാനും തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും അവിടുത്തേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാനും നമുക്ക് കഴിയണം. അതിനുള്ള ഒരു അവസരമാണ് ഈ പരിശുദ്ധ റബീഉൽ അവൽ. ഈ റബീഉൽ അവലിൽ നമുക്ക് വേണ്ടി നമ്മുടെ മിഷൻ സംഘടിപ്പിക്കുന്ന ഈ മീലാദ് ക്യാമ്പയിൻ, ഈ പരിപാടികൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തോടുകൂടി ഉപയോഗപ്പെടുത്താൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.